കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമ്മളല്ലാത്ത അല്പമല്ലാത്ത തിരമാലകളുടെയും കൊടുങ്കാറ്റുകളുടെയും മധ്യത്തിലായിരുന്നു. ഇവിടെയാണ് നാം കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ ഫലവുമാകുന്ന കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത്. പർവ്വതം പോലെ ഉറപ്പുള്ളതൊക്കെയും അതിന്റെ കോപം കൊണ്ട്, അതായത് ആ സാഹചര്യത്തിന്റെ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ കോപം കൊണ്ടൊക്കെ, ശത്രുവിന്റെ തന്ത്രങ്ങൾ കൊണ്ടൊക്കെ ഇളകി മാറും. അതാണ് നമ്മൾ അഡ്വേഴ്സിറ്റിയിൽ വെച്ച്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രം മധ്യേ വീണാലും, എന്താണ് സമുദ്രം? സമുദ്രം വേൾഡ്. സ്തോത്രം. പർവ്വതം എന്ന് പറയുന്നത് പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ വ്യക്തി സ്നേഹിത ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം. പല ബന്ധം നമ്മൾ ഒരിക്കലും മാറിപ്പോകില്ല എന്ന് കരുതുന്ന ബന്ധങ്ങൾ, സ്തോത്രം, അത് കലങ്ങി മറിയും. നമ്മുടെ ചുറ്റുമുള്ള വേൾഡിലെ ആൾക്കാർ, വേൾഡ് സംഭവങ്ങളൊക്കെ കലങ്ങി മറിയും. അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിപ്പോകും. ഉറപ്പുള്ള വിശ്വാസികൾ, സ്നേഹിതര് കുലുങ്ങിപ്പോകും. അവിടെയാണ് പറഞ്ഞത് ദൈവം നമ്മുടെ സഖ്യതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമ്മുടെ ഫെയ്ത്തിനെ കാക്കാൻ, നമ്മുടെ സ്നേഹബന്ധത്തെ കാക്കുവാൻ, സ്തോത്രം, നമ്മൾ എല്ലാ വിഷയത്തിലും സഹായിപ്പാൻ തക്കവണ്ണം, സ്തോത്രം, നമുക്ക് ഏറ്റവും അടുത്ത തുണയായിക്കൊണ്ട്, സ്തോത്രം, ഇരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇതാണ് ഈ പാതിയിൽ നമ്മൾ അനുഭവിച്ചറിയേണ്ടത്. ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പേഴ്സണൽ റിലേഷൻ നമുക്കുണ്ടോ ഇല്ലയോ, നാം വിശ്വാസത്തിൽ തന്നെയാണോ നിൽക്കുന്നത് എന്ന് നമുക്ക് ശോധന ചെയ്യാൻ പറ്റും. നമ്മുടെ ഫെയ്ത്ത് വേവായി നമ്മൾ സ്റ്റെപ്പ് പുറകോട്ട് വെക്കുന്നതിന്റെ അർത്ഥം നമ്മുടെ ഫെയ്ത്തിൽ നിന്ന് നമ്മൾ പിന്മാറുകയാണ്, നമ്മുടെ ആശ്രയത്തിൽ നിന്ന് പിന്മാറുകയാണ്. ആ കാറ്റ് നമ്മളെ പുറകോട്ട് അടിച്ചു മാറ്റുകയാണ്. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. ആ കാറ്റ് നമ്മളെ അടിച്ചു മാറ്റുകയാണ്. അവിടേക്ക് പ്രത്യാശയോടുകൂടെ, സ്തോത്രം, 27-ാം സങ്കീർത്തനം വായിച്ചു നോക്കണം. എനിക്ക് സൈന്യം എനിക്കത് പാളയം ഇറങ്ങിയാൽ ഞാൻ നിർഭയമായിരിക്കും. എങ്ങനെയാണ്? ക്രിസ്തു നമ്മളിൽ വസിച്ചാൽ. ക്രിസ്തുവിനെ കൂടാതെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സെക്കൻഡ് പോലും നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന 3 ശത്രുക്കളോടും, ഇവ നമ്മളിൽ തന്നെ വസിക്കുന്നതായിട്ടുള്ള ഫ്ലഷിനോട്, വേൾഡിനോട്, സേറ്റാൻ കിങ്ഡത്തോട് നമുക്ക് എതിർത്ത് നിൽക്കാൻ സാധ്യമല്ല. ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഒരു സെക്കൻഡ് പോലും സർവൈവ് ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ഒരു റിലേഷനാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. എന്നാൽ ചോദിക്കും, മറ്റുള്ളവർക്ക് ഇങ്ങനെയാണോ? ഫെയ്ത്തിന്റെ ആരംഭത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നല്ലോ. അന്ന് കർത്താവ് അത്രേ റിവീൽ ചെയ്തുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടത്തുന്നത്. നമ്മുടെ ഇൻഫാൻസിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പേർക്ക് ആരൊന്നും വയ്ക്കുന്നില്ല, അല്ലെ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഇൻഫാൻസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അവര് പാമ്പർ കെട്ടുന്ന എല്ലാ കാര്യങ്ങളും അവരെ സഹായിച്ച് അവർക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് വളരെ ജാഗ്രതയോടെ നോക്കി അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. പക്ഷെ ഗ്രോ ചെയ്ത് വരുന്നതനുസരിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ അവരെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അവർ സെൽഫ് സ്റ്റാൻഡിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതേപോലെ തന്നെയാണ് ആത്മീയ അഭിഷേകങ്ങളും. എന്നാൽ ക്രിസ്തുവിനെ കൂടാതുള്ള ജീവിതമല്ല. സ്തോത്രം. അതൊരു വശത്തിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെറിയ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാണ്. വേൾഡ് പൊളിറ്റിക്സ് വളരെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം. ഇന്നത്തെ നിങ്ങൾ സംഭവങ്ങൾ കേട്ടിരുന്നല്ലോ. ട്രംപിന്റെ മകള് ഇവാൻ, അവരുടെ മകളെ ഇന്നലെ ഷൂട്ട് ചെയ്യാനായിട്ടല്ല, റോഡ് വെച്ചിട്ട് നശിപ്പിക്കാനുള്ള ഒരു പരിപാടി നോക്കുന്നത് ഫെയിലായി പോയി. അപ്പൊ ഇന്നലെ തന്നെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വൈറ്റ് ഹൗസിൽ വിളിച്ചുകൂട്ടി. എല്ലാവരും തന്നെ മിക്കവാറും ഒരു ആക്രമണം ഉണ്ടാകുമായിരുന്നാണ് പ്രതീക്ഷിച്ചത്. ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വൈറ്റ് ഹൗസിന്റെ അടുത്ത് ഷൂട്ടിംഗ് നടത്തി. പക്ഷെ ആ സമയത്ത് നടന്നത് The White House. Shots fired at the White House have triggered a major security scare in Washington. According to reports, an armed suspect named Necessary opened fire near a checkpoint close to the White House complex. Officers returned fire during the exchange. The suspect later died, while a bystander was also injured. ഞാൻ പല ക്ലാസ്സുകളിൽ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇറാൻ ആസ് എ കൺട്രി ഡെമോക്രാസി ആണെന്ന് പറയുന്നെങ്കിലും ഇറാൻ അവരുടെ റൂളിംഗ് നടക്കുന്ന IRGC,
ഇസ്ലാമിക് റവല്യൂഷൻ, ആ പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും അവരുടെ ഐഡിയോളജി എന്താണ്, അവരുടെ മോട്ടിവേഷൻ എന്താണ് എന്നൊക്കെ. ഇത് വേൾഡിന് അപകടകരമായ രീതിയിൽ ബാധിക്കുന്നതാണെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട്, പക്ഷെ അതിന്റെ ലിമിറ്റ് വളരെ കടന്നുപോയി. ഏറ്റവും കൂടുതൽ 2 മുദ്രാവാക്യമാണ് ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക. അവരാണ് കുറച്ച് എതിർത്ത് നിൽക്കുന്നത്, ബാക്കി എല്ലാം കീഴ്പ്പെട്ട് കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഒരു നെഗോഷിയേഷനിൽ കൂടെ IRGCക്ക് വീണ്ടും ആം ചെയ്യാൻ തക്കവണ്ണം, റിയാം ചെയ്ത് വരാൻ തക്കവണ്ണം ഒരു അവസരമാണ് കിട്ടുന്നത്. 60 ഡേയ്സിന്റെ വെടിനിർത്തല്, സീസ് ഫയർ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് വേറെ നെഗോസിയേഷൻ. ഈ നെഗോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് നീട്ടി കൊണ്ടുപോകുന്നത് ഒരു തന്ത്രമാണെന്ന് ഇന്ന് അമേരിക്കൻ അന്വേഷണം മനസ്സിലായിട്ട് തന്നെയില്ല, അതിന്റെ ഉള്ളിലും വലിയ പ്രഷർ നടക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് എസെക്കിയേൽ പ്രവചന പുസ്തകം 38-ാം അധ്യായമായിട്ട് നമ്മൾ ഈ വിഷയങ്ങളെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ സിംഹാസനം. നമ്മള് 103-ാം സംഗീതത്തിൽ വായിക്കുന്നത് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദൈവസഭയിൽ കൂടിയാണ് അവരെ ചെയ്തെടുക്കുന്നത്. അതാണ് ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനി വളരെ ഷോർട്ട് ടൈമേ ഉള്ളൂ എസെക്കിയേൽ പ്രവചനത്തിലെ പറഞ്ഞിരിക്കുന്ന വാറ് നടക്കാൻ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മള് അനേക എപ്പിസോഡുകൾ അതിനുവേണ്ടി ചെയ്തതാണ്. ഞാൻ കൃപ ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര എപ്പിസോഡ് വേറെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിരുന്നാല് ഇപ്പൊ ഈ മെസ്സേജ് കേൾക്കുന്ന, അതേപോലെ തന്നെ യൂട്യൂബിൽ കുറച്ച് പേര് മെസ്സേജുകൾ കേൾക്കുന്നുണ്ട്, അവരും കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യ ഹൃദയം എപ്പോഴും ടെററിസത്തിന് എഗൻസ്റ്റ് ആണ്. ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ പദ്ധതികള് വളരെ ഉന്നതമായതാണ്. ഈ ഭൂരാജാക്കന്മാര് ഇപ്പോഴൊക്കെ ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിലും അതിനോട് അവര് പേഴ്സണൽ ബെനിഫിറ്റിന്, കൺട്രി വൈസോ റിലീജിയൻ വൈസോ അല്ലെങ്കിൽ നാഷൻ വൈസോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് വൈസോ ഒക്കെ അവരുടെ ഹിതത്തിനു വേണ്ടി ആ മോട്ടിവേഷനോട് ചായ്വ് ചേർക്കുന്നുണ്ടെങ്കിൽ അവരെ ആയിരിക്കും ദൈവം അവിടെ കൂട്ടിവരുത്തുന്നത്. സ്തോത്രം. താല്പര്യം കൂട്ടിവരുത്തുന്നത് അതിപ്പോഴല്ല, ക്രിസ്തുവിന്റെ ഭരണത്തിന് ശേഷം. ഇപ്പോൾ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് വലിയ അടയാളങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളാണ് ഉള്ളത്. ആ വാറ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഇറാനാണ് പ്രോക്സികളെ വെച്ചുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്നത് പ്രോക്സികളെ വെച്ചുകൊണ്ടല്ല, റഷ്യയുടെ കീഴില് ഇറാന് ടർക്കി പ്രധാനപ്പെട്ടത്, ഏറ്റവും അടുത്ത് കിടക്കുന്നത്, പിന്നെ ഈസ്റ്റ് യൂറോപ്പ്, അതുപോലെ തന്നെ സുഡാൻ, ആ ഭാഗത്തൊരു ആഫ്രിക്കൻ കൺട്രി, ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നത്. ആ സമയത്ത് അമേരിക്ക സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ തന്നെ ഇന്നത്തെ ഒരു ഡിസിഷനിൽ തന്നെ അമേരിക്കയുടെ സ്വഭാവം ഇസ്രായേലിന് മനസ്സിലായി. ഇസ്രായേലിന് സെൽഫ് സ്റ്റാൻഡിങ്ങിനുള്ള പരിശ്രമങ്ങൾ കുറച്ചു നാളായിട്ട് തുടങ്ങിയിരിക്കുന്നു. സെൽഫായിട്ട് ഹെവി ബോംബിങ് കാര്യങ്ങൾ ഉണ്ടാക്കുക. അമേരിക്ക കൂടാതെ തന്നെ ഏത് പ്രതികൂലത്തെ ഫേസ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് അവർ മാറേണ്ട അവസ്ഥ വന്നു. അങ്ങനെയാണെങ്കിൽ അധിക വർഷങ്ങളോ ദിവസങ്ങളോ മാസങ്ങളോ ഇല്ല. ദൈവസഭയെ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, ഇങ്ങനത്തെ പ്രതികൂലത്തിന്റെ കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ രക്ഷയെ മുറുകെ പിടിക്കുക. കാറ്റിന്റെ വഴിക്ക് പോകും. കാറ്റ് ഈ കാര്യങ്ങളൊക്കെയാണ്. വീശുമുറമാണ് പ്രതികൂലത്തിന്റെ കാറ്റുകൾ. വീശുമുറത്തില് നാം ഗോതമ്പാണോ പതിരാണോ എന്ന് അറിയും. ഇതുപോലുള്ള കാറ്റുകൾ അടിക്കുമ്പോൾ നമ്മളിലുള്ള വിശ്വാസം യഥാർത്ഥമായതാണോ, ഗോതമ്പാണോ, ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കുള്ളൂ. പ്രതികൂലത്തിന്റെ കാറ്റുകൾ വരുമ്പോൾ പതിരാണെങ്കിൽ, വിശ്വാസം ഒറിജിനൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതികൂലം കാണുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തി അതിനെ പറഞ്ഞു അങ്ങോട്ട് മാറിപ്പോകും. അത് പതിരിനെ കെടാത്ത് തീരിട്ട് ചുട്ടുകളയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ വ്യക്തിപരമായ ജീവിതത്തില്, നമ്മള് കൂട്ടായ്മയുടെ ജീവിതത്തില്, വേൾഡ് പൊളിറ്റിക്സില്, ഇതിലൊക്കെ സംഭവിക്കുമ്പോൾ ഈ ശരീരം വിട്ടാലും നമുക്കൊരു ആയുസ്സുണ്ട്. ഇതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്.
ഞാൻ അതിലേക്ക് എവിടേക്കാണ് എൻട്രി ചെയ്യാൻ പോകുന്നത്? ക്രിസ്തുവിനോടുകൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് നിത്യമായ പറുദീസിൽ നിത്യ സന്തോഷത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഈ ക്രിസ്തു കാലത്തിലെ എന്റെ ഇഷ്ടത്തിനും ഈ കാറ്റുകൾക്കൊക്കെ ഞാൻ കാറ്റിൽപ്പെട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നിത്യനാശത്തിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്? ഓരോരുത്തരും അവന്റെ ഇന്റലക്റ്റിൽ മനസ്സിലാകും, അവന്റെ മനസ്സാക്ഷി അവനെ ബോധ്യപ്പെടുത്തും. നിസ്സാരമായ സംഭവങ്ങൾ കൊണ്ട് നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുവാനുള്ളതല്ല നമ്മുടെ രക്ഷ. ഇതൊക്കെ ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളൂ. അത് കഴിഞ്ഞാൽ ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു ക്ലാരിഫിക്കേഷനോ ഒരു ജസ്റ്റിഫിക്കേഷനോ ഒന്നും തന്നെ നടക്കുന്നതല്ല. വല്ലതും നടക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ. സ്തോത്രം, ഹല്ലേലൂയ. യഥാർത്ഥ വിശ്വാസത്തിൽ നിൽക്കുന്ന ദൈവജനത്തെ കണ്ട് ശത്രുവിന് ഭയമാണ്. ശത്രുവിന്റെ കോട്ടം വിറച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ശത്രു നമ്മളെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തും. എല്ലാ കളകളും വിതയ്ക്കാൻ നോക്കും. ഏറ്റവും തന്ത്രപൂർവ്വം ചെയ്യുന്നത് വിത്തിന് രൂപം പറഞ്ഞിട്ടുണ്ടോ? വിത്ത് വിതയ്ക്കുന്നിടയ്ക്ക് എന്ത് ചെയ്തു? ശത്രു വന്ന് കള വിതച്ച് കളഞ്ഞപ്പോ അവന്റെ ശുശ്രൂഷകന്മാര് ഉറങ്ങിയിരിക്കുന്ന സമയത്ത് രാത്രിയിൽ വന്ന് കള വിതച്ചു. ഞാൻ യജമാനെ പറിച്ചു കളയട്ടെ എന്ന് ചോദിച്ചപ്പോ പറിച്ചു കളഞ്ഞാൽ ഗോതമ്പിനെ കരുതിക്കൊണ്ട് അത് വേണ്ട കതിരുവാവട്ടെ, കൊയ്ത്തിന് സമയമാകുമ്പോ അതിനെ കെട്ടി വേറെ കത്തിച്ച് കളയാം. ഡാർണൽ എന്ന് പറയുന്നത് കണ്ടാൽ ഗോതമ്പിന്റെ ഇല പോലെ തന്നെയാണ് ഡാർണലിന്റെ ഇല. കതിരാകുമ്പോൾ ഫലം കായ്ക്കാൻ വരുമ്പോഴാണ് ഇത് അറിയുന്നത് അയ്യോ ചതിവാണെന്ന്. അതുവരെയും ഗോതമ്പിന്റെ കൂടെ വളരും. അപ്പൊ അതിനെ മറച്ചു കളയാൻ നോക്കിയ ഗോതമ്പും കൂടെ നഷ്ടപ്പെടും. അതുകൊണ്ട് ദൈവ മക്കളെ ഓർത്തുകൊണ്ട് ദൈവം ലോകത്തിൽ കളയെയും അനുവദിച്ചിരിക്കുകയാണ്. കൊയ്ത്തിന് സമയം വരുമ്പോൾ കളയെ ചേർത്ത് കെട്ടും. ചേർത്ത് കെട്ടി കെടാത്ത തീരിട്ട് കളയും. ഈ ഗോതമ്പാണെങ്കിൽ കളപ്പുരിൽ ദൈവത്തോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം വളരെ സീരിയസ് ആയ സമയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പോഴായിരിക്കുന്നത്. അതുകൊണ്ട് കളകൾ വരുന്നതൊക്കെ നമ്മുടെ ബുദ്ധിമാനത്തിന് തീയമ്പുകൾ പോലെ വളരെ അസ്വസ്ഥത ഉണ്ടാക്കും. ആ സമയത്താണ് നമ്മുടെ വിശ്വാസം തെളിയിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കഷ്ടതയുടെ തീച്ചൂളയിലാവുന്നു ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. നമ്മുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മുടെ സ്നാനം കൊണ്ടോ രക്ഷ പറയുന്നത് കൊണ്ടും അല്ല. അതൊക്കെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. മുന്നോട്ടുള്ള യാത്രയിൽ ഇതുപോലുള്ള തീ പോലെയുള്ള കഷ്ടതകൾ വരുമ്പോൾ അവിടുന്ന് ആരുടെ പക്ഷം നിൽക്കുന്നു? നമ്മുടെ വീണ്ടെടുപ്പുകാര് നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി തീർന്ന ക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്നോ ഇല്ലയോ? അവന് സഫീഷ്യന്റ് ആണ്. ഈ പ്രതികൂല കാറ്റിൽ എന്നെ നിർത്താൻ സഫീഷ്യന്റ് ആണ്. ഞാൻ അവനിൽ മാത്രം ആശ്രയിക്കും എന്ന് പറയുകയാണെങ്കിൽ, അവനെ നിർത്തിയാണ് കാത്തിരിക്കുകയാണെങ്കിൽ അവൻ നമ്മെ രക്ഷിക്കും. സ്തോത്രം. നമുക്കിന്ന് ചിന്താ വിഷയത്തിന് വേണ്ടിയിട്ട് ഒരു വാക്യം എടുക്കാം. ഫസ്റ്റ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 18 മാത്യു ഒന്ന് വായിച്ച്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോശത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും തന്നെ ആകുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധരുടെ തിരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ രാജ്യത്തിൽ സകലത്തെയും ഭരിക്കുന്നത് കർത്താവെ ഞങ്ങൾക്ക് ഗ്രഹിപ്പാനും വിശ്വസിപ്പാനും നിന്നെ മാത്രം ആശ്രയിപ്പാനും കർത്താവെ ഞങ്ങൾ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സമകാലികമായ പ്രശ്നങ്ങള് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കൂട്ടായ്മയിലെ ലോകമെമ്പാട് നടക്കുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരന്റെ കാലടികളുടെ ശബ്ദം ആ മണിവെച്ച് ഞങ്ങൾ കേൾക്കുന്നുള്ള വിശ്വാസത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ നിന്റെ വരവനായി ഒരുക്കപ്പെട്ടവരായ തിരുവനന്തപുരം ഈ വചനം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടാകട്ടെ. ഈ ശബ്ദം ഇപ്പോൾ കടന്നു ചെല്ലുന്ന പ്രദേശങ്ങളിലും വ്യക്തികളെയും അവർ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, സ്ഥലമുറകളെ, വസ്തുവകകളെ, യൂട്യൂബിൽ കേൾക്കുന്നവരെയും നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. മഹത്വം ക്രൂശിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. ഇത് ഉപദേശപരമായ ഒരു വിഷയമായതുകൊണ്ട് ദൈവവചനപ്രകാരം തന്നെ ഈ ഒരു കാര്യത്തെ സ്ഥാപിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ
അവിടെയുള്ള ഫിലോസഫിയിൽ മുതിർന്നു നിൽക്കുന്ന ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത്, അത് ജ്ഞാനികൾ എന്ന് അവകാശപ്പെടുന്നവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ക്രൂശിന്റെ വചനം അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന്റെ സുവിശേഷം രക്ഷയ്ക്ക് ഉതകുന്നത്, അല്ലാത്തവർക്ക് അത് എങ്ങനെ സംഭവിക്കുന്നു എന്നൊരു കാര്യത്തെ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ 1-ാം അധ്യായം 2-ാം അധ്യായം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ജ്ഞാനികളെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ വിവേചിച്ചതിന് ശേഷം വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്തെന്നാല് രക്ഷിപ്പാൻ നിൽക്കുന്ന ദൈവത്തിന് പ്രസാദം തോന്നി. ഇവിടെ ക്രൂശിന്റെ വചനം നമ്മൾ ഈ പ്രത്യേകം ഈ ഒരു വാക്യത്തിന് 3-4 കാര്യങ്ങളാണ് ചിന്തിക്കാനുള്ളത്. ഒന്ന്, ക്രൂശിന്റെ വചനം. മറ്റൊന്ന് പറയാണ് നശിച്ചു പോകുന്നവർ. അത് പറയാണ്, അവരോട് റിലേറ്റഡ് ആയിട്ട് പറയാണ് ദോഷത്തരമായി തോന്നുക. അടുത്ത് പറയാണ് രക്ഷിക്കപ്പെടുന്ന നമുക്കോ, രക്ഷിക്കപ്പെട്ടവന്നല്ല പറഞ്ഞിരിക്കുന്നത്, ബീയിങ് സേവ്ഡ്. രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഞാൻ ഈ വാക്യം ഒന്ന് ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്നും കൂടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. Verse 18. For the story and message of the cross is sheer absurdity and folly to those who are perishing and on their way to the perdition. But to us who are being saved, it is the manifestation of the power of God. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു കാര്യം ഇന്ന് വിശ്വാസ ഗോളത്തില് ഈവൻ ക്രൂശിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നവർക്ക് പോലും മനസ്സിലാകാത്തൊരു വിഷയമാണ് ഈ ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത്. എന്താണ് പോള് ഈ ക്രൂശിന്റെ വചനം എന്ന് ഉദ്ദേശിച്ചത്? അന്നത്തെ സാഹചര്യത്തില് ഫിലോസഫേഴ്സ് അവരോട് കമ്പയർ ചെയ്തിട്ടാണ് പോള്, അതായത് ജ്ഞാനികൾ ജ്ഞാനം കൊണ്ട് അന്വേഷിച്ചിട്ട് രക്ഷാമാർഗത്തെ കണ്ടുപിട്ടാൻ പറ്റിയില്ല. അത് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. പൗലോസ് ഏതൻസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏതൻസിൽ വലിയ തത്വജ്ഞാനികളായിരുന്നു, ഫിലോസഫേഴ്സ് ആണ് അവിടെയുള്ളത്, വളരെയധികം ബുദ്ധിജീവികളാണ്. അപ്പോൾ അവിടെ രക്ഷാമാർഗത്തിന് വേണ്ടി പല രീതിയിലും അന്വേഷിച്ച് ഇങ്ങനെയാകും അങ്ങനെയാകും ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അതിനോട് തുല്യമായിട്ടുള്ള ഓരോരോ വിഗ്രഹങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ മൈൻഡിന് പീസ് കിട്ടുന്നില്ല, ദൈവത്തോട് റീകൺസിലിയേഷൻ നടക്കുന്നില്ല. മനുഷ്യ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വാഞ്ചിക്കുന്ന ഒരു ഘടകമാണ്. മനുഷ്യ ശരീരം ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനു വേണ്ടി കാക്ഷിക്കുമ്പോൾ, മനുഷ്യന്റെ സോള് ജ്ഞാനത്തിനു വേണ്ടി കാക്ഷിക്കുമ്പോൾ, മനുഷ്യന്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി തന്നെ കാക്ഷിക്കുന്നതാണ് 42-ാം സങ്കീർത്തനത്തിൽ കോരപുത്രന്മാര് പറയുന്നത്. അപ്പൊ ഈ മനുഷ്യ ആത്മാവിന് പീസ് കിട്ടണമെങ്കിൽ അതിന്റെ സോഴ്സ് ആയിരിക്കുന്ന ജീവനുള്ള ദൈവത്തെ തന്നെ കണ്ടെത്തണം. ഫിലോസഫേഴ്സ് അവിടെ ജ്ഞാനം കൊണ്ട് അന്വേഷിക്കാൻ നോക്കിയിട്ട് കണ്ടെത്തുന്നില്ല. അവർ ഓരോ സ്ഥലത്ത് നിഗമനത്തിന് വന്നപ്പോൾ ഓരോരോ വിഗ്രഹങ്ങളെ സൃഷ്ടിച്ച് ഏതൻസ് മുഴുവൻ പോള് കടന്നു നോക്കിയപ്പോൾ അനേക വിഗ്രഹങ്ങൾ. പോള് പറയാണ് നിങ്ങള് വലിയ ദൈവ ഭക്തന്മാരത് പറഞ്ഞു. അങ്ങനെ അറ്റത്ത് നോക്കിയപ്പോൾ ഇവർക്ക് ഈ മൈൻഡ് നൽകി അവരുടെ ആത്മാവിന് ദൈവമായിട്ട് റീകൺസിലേഷൻ നടന്ന് അതിനു വേണ്ടതായിട്ടുള്ള പീസ് കിട്ടാതിരിക്കുമ്പോൾ അവര് കല്ലിന്മേൽ എഴുതി വെച്ചു അജ്ഞാത ദേവന് എന്ന്. അജ്ഞാത ദേവന് കണ്ടു കിട്ടിയിട്ടില്ല, പക്ഷെ എവിടെയുണ്ട്, എന്തോ ഉണ്ട്. ഈ മൈൻഡ് അല്ലെങ്കിൽ ആത്മാവിന് റീകൺസിലേഷൻ നടന്ന് ദൈവത്തോട് സമാധാനമായി വരുവാൻ തക്കവണ്ണം there is a source എന്ന് അവർക്കൊരു അറിവ് കിട്ടി, പക്ഷേ എന്താണ് അവർക്ക് പിടികിട്ടിയില്ല. അപ്പോൾ ഒരു കല്ല് എഴുതി വെച്ചു അജ്ഞാത ദേവനുള്ളതെന്ന്. ഇത് കണ്ടിട്ടാണ് പോൾ പറയുന്നത്
നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്നാൽ നിങ്ങൾ കാക്ഷിക്കുന്നതുമായ ഈ അജ്ഞാത ദേവനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. അവിടെ പുനരുദ്ധാന ശക്തിയെ കുറിച്ച് പറഞ്ഞു. അവിടെയാണ് ക്രൂശിന്റെ വചനത്തിന്റെ മറഞ്ഞു കിടക്കുന്നതായ ഒരു ഡെഫിനിഷൻ ഉള്ളത്. ജ്ഞാനികൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷെ അവിടെ മനുഷ്യ ആത്മാവിന് ദൈവമായിട്ടൊരു റീകൺസിലിയേഷൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി ബുദ്ധി കൊണ്ട് അത് എത്തിപ്പിടിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് പോള് പറയുന്നത്, സ്തോത്രം, ഭൂലോകത്തെങ്ങും കുടിയിരിപ്പാൻ ഏകനെന്ന മനുഷ്യജാതിയെ മുഴുവൻ ഉളവാക്കി അവർക്ക് കാലങ്ങളും അധീനമൊക്കെ നിശ്ചയിച്ചു. ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്നറിയേണ്ടത് തന്നെ. സ്തോത്രം. പ്രായപരിധികൾ വെച്ചു. 70 ഏറിയാൽ 80 അല്ലെങ്കിൽ 100-120 പോകുന്നുണ്ട്. ഓരോരോ സമയങ്ങളിൽ ദൈവം ഓരോരോ വ്യക്തികളെ ഓരോ സുവിശേഷം കേൾക്കാനും അല്ലെങ്കിൽ അനുഭവത്തിൽ കൂടെ തന്നെ ഒരു ദൈവമെന്ന് മനസ്സിലാകത്തൊക്കെ വേണം അവരുടെ ജ്ഞാനത്തിന് ദൈവം അറിവ് കൊടുത്തു. റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന 1-ാം അധ്യായത്തിൽ. പക്ഷേ അവിടെ ജ്ഞാനം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഈ ക്രൂശിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രൂശിന്റെ വചനം എന്ന് ജ്ഞാനികൾക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം. അപ്പോഴാണ് പോളിൽ ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. എന്താണ് പാപം? എന്താണ് ഇപ്പോൾ മനുഷ്യനെ ഭരിക്കുന്നത്? അതിന്റെ സോഴ്സ് എന്താണ്? എങ്ങനെയാണ് ഈ പാപം ന്യൂട്രലൈസ് ആകുന്നത്? എങ്ങനെയാണ് പാപത്തിന് പരിഹാരമായ പ്രായശ്ചിത്തം നടന്നത്? എന്തുകൊണ്ടാണ് പ്രായശ്ചിത്തത്തിന്റെ ആവശ്യകത വന്നത്? പ്രായശ്ചിത്തം കൂടാതെ എന്തുകൊണ്ട് ദൈവത്തിന് പാപം ക്ഷമിച്ചുകൂടാ? ഇക്കാര്യം കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വളരെ ഹ്രസ്വമായ രീതിയിൽ പോൾ പറയുന്നത് ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത്. ബുദ്ധിജീവികൾക്ക് ഇത് വെറും മോശത്തരമായി തോന്നുക. ഞാൻ പ്രസംഗിക്കുന്ന ചരിത്രം പറയുവാനല്ല, ഈ ശബ്ദം കേൾക്കുന്നവരുടെ ജീവിതത്തില് ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണോ അല്ലെങ്കിൽ അത് വിവേചിച്ചറിയുവാനാണ് ഞാൻ പറയുന്നത്. ചരിത്രമല്ല ഞാൻ പ്രസംഗിക്കുന്നത്, പോളിതല്ല പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ നശിച്ചു പോകുന്നവർ എന്ന് കൂട്ടുന്നു വരുമ്പോൾ അവർക്ക് ക്രൂശിന്റെ വചനം കേട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഒരു തോന്നലാണ്, ഇതൊക്കെ മനുഷ്യൻ എഴുതി വെച്ചതാണോ? ഇങ്ങനെ ദൈവമുണ്ടോ? അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ മനുഷ്യനെ കൊന്നെടുക്കുന്നവനാണോ? ദൈവ സ്നേഹം തന്നെയല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോഴത്തെ സംഭവിക്കുന്നത്? കാരണം അവർ ബുദ്ധി കൊണ്ട് അന്വേഷിക്കാൻ നോക്കിയാണ്. അപ്പൊ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോശത്തരമായി തോന്നുകയാണ്. അവിടെ മോശത്തരത്തിന്റെ ചില അടയാളങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മരണം ഒരു പ്രായശ്ചിത്തമാണെന്നോ, മാനവജാതിയുടെ മേലുള്ള പാപത്തിന്റെ ശിക്ഷ സ്വമേധയ തന്നിൽ ഏറ്റെടുത്ത് തന്റെ ശരീരത്തിൽ പ്രാണനും ആത്മാവിനും ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പാപ പരിഹാരമായി തീരുന്നോ ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തുന്നതായിരുന്നോ അവന്റെ പ്രായശ്ചിത്ത മരണം അല്ലെങ്കിൽ യാഗം എന്ന് പറയുമ്പോൾ ജ്ഞാനികൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം, സ്തോത്രം. അവർക്ക് എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ പറ്റാത്തത്? അവരുടെ മനുഷ്യ അല്ലെങ്കിൽ അവരുടെ ബുദ്ധി ദൈവത്തിന്റെ മുമ്പിൽ താഴുന്നില്ല, ദൈവത്തിന്റെ കൃപയുടെ മുമ്പിൽ താഴുന്നില്ല. അവരുടെ നിഗളിച്ചു പോയ ഹൃദയം അല്ലെങ്കിൽ ഗർഭിച്ചു പോയ ഹൃദയം ദൈവത്തെ കൂടാതെ വാഴുവാനുള്ള വാഞ്ച എണ്ണം തോന്നുന്നത് സമ്മാനിച്ചതാണ്. ദൈവത്തെ കൂടാതെ വാഴ ദൈവമുണ്ടോ? ദൈവത്തിന് ഒരു പ്രവൃത്തിയുണ്ടോ? ഇതൊക്കെ മനുഷ്യൻ എഴുതി വെച്ചതാണ്. ദൈവത്തിന്റെ ആത്മാവൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാണ്. പ്രായശ്ചിത്തം നടന്നിട്ടില്ല ഇങ്ങനത്തെ പറഞ്ഞില്ല നമുക്ക് പറഞ്ഞുകൊണ്ട് ആ യഥാർത്ഥത്തെ മോശത്തിലേക്ക് മാറ്റിക്കളയാ. അപ്പൊ നശിച്ചു പോകുന്നവർ എന്ന് പറഞ്ഞ ആരാണെന്ന് ദൈവവചനത്തിൽ കൂടെ നമുക്ക് തെളിയിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുക. അപ്പൊ നശിച്ചു പോകുന്നവർ എന്ന് പറയുന്ന ആരാണ്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്തവർ. ഞാൻ വീണ്ടും പറയുന്നു, 3:16 യോഹന്നാൻ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവരെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നശിച്ചു പോകുന്നവരെ ആരാണെന്ന് അവിടെ തന്നെ ഒരു ഹിഡൻ മീനിങ് ഉണ്ട്. തന്റെ
ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്തവർ. സ്തോത്രം. അപ്പൊ നമുക്ക് വേറൊരു ചോദ്യം വീഴുന്നത്, ഈ ക്രിസ്ത്യണ്ടത്തില് എന്ന് തന്നെയല്ല ലോകത്തിൽ ആരാ യേശുവിനെ കുറിച്ച് കേൾക്കാത്തത്? ആരാ ഗുഡ് ഫ്രൈഡേ കുറിച്ച് കേൾക്കാത്തത്? ആരാ ഈസ്റ്ററിനെ കുറിച്ച് കേൾക്കാത്തത്? ആരാ ക്രിസ്മസിനെ കുറിച്ച് കേൾക്കാത്തത്? വളരെ ചുരുക്കം പേരുമല്ല, കാട്ടുപ്രദേശങ്ങൾ വായിക്കൊണ്ടവർ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ അവരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നവരാണോ? അവിടെയാണ് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ടി വരുന്നത്. എന്താണ് പാപം? എന്താണ് പാപം മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് മനുഷ്യൻ പാപത്തിന് ദാസന്മാരായി തീരുന്നത്? എങ്ങനെയാണ് അതിന്റെ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പറ്റുന്നത്? സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ യേശുവിന്റെ പ്രായശ്ചിത്തം നടന്നു എന്ന് ചരിത്രപരമായിട്ട് വിശ്വസിച്ചാൽ മാത്രം മതിയോ? അവിടെയാണ് യോഹന്നാൻ 1:10-12 പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാനുള്ള അധികാരം കിട്ടിയിരിക്കുന്നു. അപ്പൊ എന്താണ് ഈ കൈക്കൊള്ളുന്നത് എന്ന വാർത്ത? എന്തിനാണ് യേശുവിനെ കൈക്കൊള്ളേണ്ട ആവശ്യം വരുന്നത്? അവിടെയാണ് പാപം ആസ് എ പേഴ്സൺ മനുഷ്യ ഹൃദയത്തിൽ, മനുഷ്യ ഇന്റലക്ച്വൽ പ്രാണനെ വസിച്ചുകൊണ്ട് അവനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. അതിൽ നിന്ന് ബ്രേക്ക് ആവണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്തതായിട്ടുള്ള ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുമെന്നൊക്കെ നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ പാപം ന്യൂട്രലൈസ് ആകുകയുള്ളൂ. ഇത് പറയുമ്പോൾ നശിച്ചു പോകുന്നവർക്ക് പോഷത്തരമായിട്ട് തോന്നുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ, ഇതൊക്കെ മനുഷ്യബുദ്ധി കൊണ്ട് എഴുതി വെച്ചതാ, ഇതൊന്നല്ല കാര്യം ഇരിക്കുന്നത്. ദൈവമുണ്ടോ? ഇങ്ങനെ ഒരു യേശു മരിച്ചത് കൊണ്ട് ഇങ്ങനെ എന്റെ പാപം മാറുന്നത്? ഈ പാപം എന്നൊക്കെ തോന്നുന്നത് നിങ്ങളുടെ ബുദ്ധിയുടെ, നിങ്ങളുടെ ഒരു ബലഹീനതയാണ്. നമുക്ക് ഇഷ്ടംപോലെ ജീവിച്ചിവിടെയോ? എന്തിനാ സ്ത്രീ പുരുഷ ബന്ധത്തിന് വേണ്ടി ഒരു വിവാഹത്തിന്റെ ആവശ്യകത? ഫിലിപ്പീൻസിന്റെ നിയമമൊന്നുമില്ല അവിടെ. അവർക്ക് ഇഷ്ടമുള്ളവരും കൂടെ വിവാഹം ബന്ധമല്ല, വിവാഹം വേണമെന്ന്, ലീഗൽ മാരേജ് വേണമെന്നില്ല. ഇഷ്ടമുള്ള പുരുഷന്റെ കൂടെ ജീവിച്ച മക്കളെ ജനിപ്പിക്കാം, ഇഷ്ടമുള്ള സ്ത്രീകളുടെ കൂടെ ജീവിച്ച് മക്കളെ ജനിപ്പിക്കാം. വിവാഹം എന്തിന്റെ ആവശ്യം? ബുദ്ധിപരമായി ചിന്തിച്ച് എന്താ ആവശ്യം? പക്ഷെ ബൈബിള് പറയുമ്പോൾ വിവാഹം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മണവാട്ടി മണവാള ബന്ധത്തെ കാണിക്കുന്നതാണ്. നിങ്ങളുടെ മോശത്തിന് ഫൂളിഷ്നെസ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്തരം. സ്തോത്രം. ഈ നശിച്ചു പോകുന്നത് എങ്ങനെയാണ്? അപ്പൊ നശിച്ചു പോകാനുള്ള കാര്യം, അല്ലെങ്കിൽ നശിച്ചു പോകുന്നവർ എന്ന കൂട്ടത്തിലുള്ളവരാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക. പുത്രനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമല്ല. പുത്രനെ കുറിച്ച് ചരിത്രപരമായ കാര്യത്തിൽ വിശ്വസിക്കാൻ അതിന്റെ കിട്ടും. ആസ് എ ലിവിങ് പേഴ്സൺ നമ്മളിൽ വസിച്ചുകൊണ്ട് നാം നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരാളെ, കൈ പിടിച്ചിരിക്കുന്ന ആളുടെ ഡയറക്ഷൻ അനുസരിച്ച് നടക്കുന്നത് പോലെ ഒരു കൊച്ചുകുഞ്ഞ്, 1 വയസ്സോ 1.5 വയസ്സോ പ്രായമുള്ള ഒരു കുഞ്ഞ് തന്റെ പിതാവിന്റെ മാതാവിന്റെ കരങ്ങളിൽ പിടിച്ച് അവർ സംരക്ഷിതരാണ്, എന്നെ പരിപാലിക്കുന്നവരാണ്, എന്റെ ഗാർഡിയൻസ് ആണ്, എന്റെ മാതാപിതാക്കളാണ്, എന്നെ രക്ഷിക്കുന്നവർ, എനിക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യില്ല, എനിക്ക് മുമ്പ് എന്നുള്ള പ്രതികൂടി എന്നെക്കാളും കൂടുതലായിട്ട് അറിയുന്നവരാണ്, എനിക്കൊന്നും ആപത്തിൽ അറിയുന്നവരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ കയ്യിൽ നിന്ന് പിടിമാറാതെ അവർ നടത്തുന്ന പോലെ നടക്കുക. അതാണ് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. അതിന് കിട്ടണമെങ്കിൽ നമ്മളിലുള്ളതായിട്ടുള്ള ചില പേഴ്സണൽ സ്വഭാവങ്ങൾ, നമ്മളിലുള്ള ദൈവത്തെ കൂടാതെ വാഴുവാനുള്ള ആ വേദത്തോട് സമ്പാദിച്ചതായിട്ടുള്ള ആ സ്വഭാവങ്ങള്, അതിന് വിളിക്കുന്ന പേരാണ് സെൽഫ്. അതിനെ വിളിക്കുന്ന പേരാണ് ജഡമോഹങ്ങള്. ദൈവത്തെ കൂടെ വാഴുവാനുള്ള വാഞ്ച, ഇതിനെ ബ്രേക്ക് ചെയ്യണം. ഇത് നമുക്ക് മനസ്സിലാക്കി തരാതെ എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? അതിന് കോൺസിക്വൻസ്, അപകടം എന്താണെന്ന് മനസ്സിലാക്കാതെ എങ്ങനെ ബ്രേക്ക് ചെയ്യും? ഇതിനാണ് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇവര് നശിച്ചു പോകും, മോശത്തിനുമായി തോന്നുന്നത്? ദൈവം തന്നെ ഈ പുത്രനെ കൈക്കൊള്ളാതെ, അല്ലെങ്കിൽ തന്റെ ഏകജാതനെ പുത്രനെ കൈക്കൊള്ളാതെ വിശ്വസിക്കാത്തവരെ ദൈവം തന്നെ ആക്കി വെച്ചിരിക്കുന്നത്. 2 തെസ്സലോനിക്കൻസ് chapter 2:10 എന്ന് വായിക്കുകയാണ് ഞാൻ. 2 തെസ്സലോനിക്കൻസ് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, verse 9 onwards, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്. അപ്പൊ ഇവിടെ പറഞ്ഞത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോശത്തരം. കാരണം എന്തുകൊണ്ടാണ് മോശത്തരമായി തോന്നുന്നത് എന്നാ പറയാൻ പോകുന്നത്. ക്രൂശിന്റെ വചനം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത
നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. നീ നശിച്ചു പോകുന്നവരെ ഗൈഡിച്ചത് ആരാണെന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. എന്ന് മനസ്സിലാവുന്നുണ്ടോ? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോശത്തരമായി തോന്നുവാനുള്ള കാരണം ഇതാണ്. അവരെ ഭരിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവല്ല, ആന്റി ക്രൈസ്റ്റിന്റെ ആത്മാവ്. അവര് നശിച്ചു പോകുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്? സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം ക്രിസ്തുവിന്റെ വ്യാപാര ശക്തിയല്ല. നമ്മൾ എഫേസ്യയിലെ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. വിശ്വസിക്കാത്തവർക്ക് എന്താണ്? അധർമ്മമൂർത്തിയുടെ വ്യാപാര ശക്തി സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം അടയാളങ്ങളും അത്ഭുതങ്ങളും ചിന്തകളും മറ്റെല്ലാം കടന്നു വരുമ്പോൾ ബ്രേക്ക് ഇറ്റ് ഔട്ട്. നീ പോയിക്കൊണ്ടിരിക്കുന്നത് നാശത്തിലേക്കാണ്. നിന്റെ ചിന്തകനെയാണ് ഭരിക്കുന്നെങ്കിൽ അധർമ്മമൂർത്തിയുടെ വ്യാപാരമാണ്, ക്രിസ്തുവിന്റെ വ്യാപാരമല്ല. വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ വ്യാപാര ശക്തിക്ക് അവരെ പുത്രന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി നിന്റെ മരിച്ച അവസ്ഥയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ക്രിസ്തുവിനോട് കൂടെ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തുന്നതാണ്. ഇപ്പോൾ സ്തോത്രം. അപ്പൊ വിശ്വസിക്കാത്തവർക്ക് പുത്രനെ കൈക്കൊള്ളാത്തവർക്ക് സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത്. അവര് വ്യാപരിക്കുന്ന വ്യാപാര ശക്തി സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തമാണ്. സകല വഞ്ചനയാണ് അതിനകത്തുള്ളത്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് രസിക്കുവാൻ ഇച്ഛിക്കുന്നതിന് ആഗ്രഹം വരും. ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിക്കുവാനല്ല ആഗ്രഹം വരുന്നത്. അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിക്കുമ്പോൾ ക്രൂശെടുക്കുമ്പോൾ സന്തോഷമല്ല പെറുപെറുപ്പാണ് വരുന്നത്. ദൈവം എനിക്ക് എന്താ ചെയ്തത്? ക്രിസ്തു വിശ്വസിച്ച് എനിക്ക് എന്താ കിട്ടിയത്? കാരണം ഉള്ളിലിരിക്കുന്നത് ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളോ ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളോ അധർമ്മമൂർത്തിയുടെ വ്യാപാരമാണ് കിടക്കുന്നത്. ഈ ലോകത്തിന് സാത്താന ശക്തിയായ വ്യാപാര ശക്തിയാണ് കിടക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കോ അവൻ മരിച്ചൊരു ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാണ് വ്യാപരിക്കുന്നത്. ഇത് രണ്ടാം സ്തോത്രം. എന്നിട്ട് സംഭവിക്കുന്നത് ഒത്തവണ്ണം സകല വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. അവൻ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, ശ്രദ്ധിക്കുക, അവൻ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൈക്കൊള്ളാൻ തന്നെ അങ്ങനെ ഭവിക്കും. അപ്പൊ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? നേരത്തെ വായിച്ച സെക്കൻഡില് കൊരിന്ത്യൻസ് വായിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാകുന്ന പവർ ഓഫ് ഗോഡ്. അപ്പൊ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബീയിങ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ബന്ധുക്കോസ്തോട് പഴഞ്ചൊല്ലുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, ടിക്കറ്റ് കിട്ടി, പാസ്പോർട്ട് കിട്ടി. അതും ഫോളിഷ്നെസ്സാ. രക്ഷിക്കപ്പെടുന്നത് അന്തത്തിലാണ്. ഈ ശരീരത്തിൽ വേർപ്പെടുന്ന സമയത്ത് പറയാൻ പറ്റും രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അതുവരേക്കും ബീയിങ് സേവ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാ പറഞ്ഞത് രക്ഷിക്കപ്പെടുന്നവർക്ക് എന്ന് പറഞ്ഞത്. രക്ഷിക്കപ്പെടുന്നവർക്ക് ക്രൂശിന്റെ വചനം Christ is sufficient for me. അവനെ വിശ്വസിക്കുന്നവർക്ക് ദൈവം കണക്കിടുന്നത് ക്രൂശിൽ നിവർത്തിച്ച നീതിയാണ്. 1 Corinthians chapter 1:3 പറയുന്നത് അവന് നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായിട്ടുള്ള ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഇതൊക്കെ വളരെ തൊണ്ടകീറി പറയുന്നത് നിങ്ങളുടെ ഓരോ ഡിസിഷൻസും അനീതിയുടെ വഞ്ചനയായിരുന്ന സാത്താന്റെ വ്യാപാര ശക്തിയിലാണോ നടക്കുന്നത്? ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന്റെ വ്യാപാര ശക്തിയാണോ നിങ്ങൾ വ്യാപരിക്കുന്നത് മനസ്സിലാക്കി ഡിസൈൻ ചെയ്യുവാനാണ്. ഒരു ഫ്രീ മോറൽ നേച്ചർ നിലയ്ക്ക് ഇത്രത്തൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു ഫിസിക്കൽ ലോ അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. അത് മതങ്ങളിൽ സാധിക്കും. ഫിസിക്കൽ ലോ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയിൽ അങ്ങനെയില്ല. മോറൽ ഗവൺമെന്റ്, മോറൽ ലോ. ഞങ്ങൾ ഇൻഫ്ലുവൻസ് തന്ന നിന്റെ ഫ്രീ മോറൽ ഏജൻസി നിന്റെ ഇൻഫ്ലുവൻസ് തന്ന
നിന്റെ വിൽ പവറില് നിനക്ക് ഡിസിഷൻ എടുക്കുവാനുള്ള ഫ്രീഡമാണ് തരുന്നത്. സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്താണ് പോയി കഴിഞ്ഞാൽ നാശത്തിലേക്ക് പോകും. ദൈവം തന്നെ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയച്ചു കൊടുക്കും. പിന്നെ ദേവദാസന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പല വീട് പോയി ദേവദാസന്മാര് പറയുന്നുണ്ട്, ഇത് വ്യാജത്തിന്റെ ആത്മാവാണെങ്കിൽ കൃപയുള്ളവനൊന്ന് ശാസിക്കേണ്ടെന്ന്. നീ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാല് നാശത്തെ ചെന്ന് വിടുവാൻ തക്കവണ്ണം ദൈവം തന്നെ നിനക്ക് വ്യാജത്തിന് വ്യാപാര ശക്തി അയക്കുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാരെങ്ങനെ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. നിന്നോട് പറഞ്ഞു തരാൻ പറ്റുന്നത് ക്രൂശിന്റെ വചനമാണ്. നശിച്ചു പോകുന്നവർക്കാണ് മോശത്തരം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണെന്ന്. ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുടെ അല്ലാത്തവർക്ക് മോശത്തരമായിട്ട് തോന്നും. മോശത്തരമായിട്ട് പ്രസംഗിക്കും, മോശത്തരമായിട്ട് ചലഞ്ച് ചെയ്യും. ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണെന്ന് നിങ്ങൾ തന്നെ ശോധന ചെയ്യുക. ഞാൻ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? എന്റെ തോട്ട്സ് അല്ലെങ്കിൽ ആ തോട്ട്സിനനുസരിച്ച് ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് നാശത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ് വെക്കുന്നത്. അതുപോലുള്ള കാറ്റ് നമ്മുടെ മുമ്പിൽ ദൈവം അനുവദിക്കും. നീ ഗോതമ്പാണോ പതിരാണോ എന്ന് അറിയത്തക്കവണ്ണോ പ്രതികൂലത്തിന്റെ കാറ്റുകള്, വിശ്വാസത്തിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാറ്റുകള് നിന്റെ ബീജത്തിൽ അടിക്കുമ്പോൾ പല വിധത്തിലും കടന്നു വരാം, പല വിധത്തിലും കടന്നു വരാം. ഇങ്ങനെയാണ് പാസ്റ്റർ പ്രസംഗിക്കുന്നത്, ഇതാണ് പാസ്റ്ററിന്റെ സ്വഭാവം, ഇതാണ് പാസ്റ്ററിന്റെ കുടുംബത്തിന്റെ സ്വഭാവം, മക്കളുടെ സ്വഭാവം. ഇതൊക്കെ പറയുമ്പോ അതൊക്കെ നിങ്ങൾക്ക് തോന്നല. ക്രൂശിതൊക്കെ തീർന്നു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ക്രൂശിന്റെ ഒരു ശബ്ദം കേൾക്കുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എവരിതിങ് ഈസ് ഫിനിഷ്ഡ്, വി കാൻ ലിവ് ആസ് വി ലൈക്ക്. ഇതെല്ലാം ഫൂളിഷ്നെസ്. ഇതാണ് സാത്താന്റെ വ്യാപാര ശക്തി എന്ന് പറയുന്നത്. യേശു ക്രിസ്തു സാത്താനെ ജയിച്ചതുപോലെ യേശു ക്രിസ്തു പാപത്തെ ജയിക്കേണ്ട ആവശ്യം നമുക്ക് വേണ്ടി പാപമില്ലാത്തതായി ജീവിച്ചതുപോലെ, പാതാളത്തെ ജയിച്ചതുപോലെ, ലോകത്തെ ജയിച്ചതുപോലെ നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ആശ്രയിച്ച് ലോകത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം, മരണത്തെ ജയിക്കണം, സേറ്റാനെ ജയിക്കണം. അങ്ങനെയാണ് അവൻ ശരീരത്തിൽ വിടുമ്പോൾ മരണമേ നിന്റെ ജയം എവിടെ എന്ന് പറയുന്നത്. എന്നാ കത്തോലിക്കിന്റെ ഓർത്തഡോക്സ് സമുദായക്കാർ പോലും ശവടപ്പിന്റെ പ്രസംഗിക്കുക ഞാൻ കേൾക്കുന്നുണ്ട്. എല്ലാരും പറയേ മരണമേ നിന്റെ ജയം എവിടെ. സാത്താന്റെ വ്യാപാര ശക്തി. വിവേചിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ പ്രാണന്റെ ആത്മാവിന്റെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ്. ഒരു വാസ്തുവിന്റെ കയ്യിലല്ല, ഒരു ഡിനോമിനേഷന്റെ കയ്യിലല്ല, വ്യക്തിപരമായിട്ട് നമ്മുടെ കയ്യിലാണ്. ഈ ശരീരം വിട്ടാൽ ജഡ്ജ്മെന്റ് സീറ്റിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ, ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ. നിന്റെ ഡിസിഷൻ ആണ് അവിടെ പറഞ്ഞു. എന്തുകൊണ്ട് നീ ഡിസിഷൻ എടുത്തു? നിന്റെ ഡിസിഷൻ അവിടെ വെളിപ്പെട്ട് വരും. എന്തുകൊണ്ട് നീ ഈ ഡിസിഷൻ എടുത്തു? അതും കൂടെ വെളിപ്പെട്ട് വരും. അവിടെ നിന്ന് ക്യാൻസർ ഇല്ല. സ്തോത്രം. അതുകൊണ്ട് ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നത് കർത്താവിന്റെ വരവ് അടുത്തു. അതൊക്കെ 2000 വർഷമായി. ആരാ പറയുന്നത് അറിയാമോ? ക്രൂശിന്റെ വചനം ഭോഷത്തരമാണെന്ന് തോന്നുന്നവര് പറയും. 2000 വർഷമായി നിങ്ങള് പാസ്റ്റർമാർ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി പ്രസംഗിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇതിനൊരു ബെനിഫിറ്റ് ഒന്നുമില്ല, ഒരു ബെനിഫിറ്റും ഇല്ല, ഒരു ബെനിഫിറ്റില്ല. നിങ്ങളെപ്പോലെ തന്നെ നമ്മളൊക്കെ ഒരേ സ്റ്റാറ്റസിലുള്ളവരായിരുന്നു. പക്ഷെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്, വിളിച്ച് ഓരോരുത്തരെയും അവന്റെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്നവർക്ക് വേണ്ടി ശുശ്രൂഷ നൽകി വിശ്വസ്തരെന്ന് കണ്ടുകൊണ്ട് ലോകത്തെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കുവാൻ ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. ചിലടത്ത് കുറച്ച് മുറിവുകൾ വരുന്ന വിധത്തിൽ പ്രസംഗിക്കേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് ഷാർപ്പായിട്ട് പ്രസംഗിക്കേണ്ടി വരും, ചിലപ്പോൾ കൈ താങ്ങേണ്ടി വരും. ഇതൊക്കെ ശുശ്രൂഷയിൽപ്പെട്ടതാണ്. എന്നാൽ നശിച്ചു പോകുന്നവർക്ക് നേരെ പോഷത്തരമായിട്ട് തോന്നും. നശിച്ചു പോകുന്നവരായതുകൊണ്ടാണ് പോഷത്തരമായി തോന്നുന്നത്. അവര് വ്യാപരിക്കുന്ന വ്യാപാര ശക്തി എന്താന്ന് പറഞ്ഞല്ലോ, സാത്താന്റെ വ്യാപാര ശക്തി. അത്തരം ന്യൂസ്, അവരിൽ നിന്നുള്ള ന്യൂസുകള്, കുറ്റാരോപണങ്ങള്, അപ്പൊ നമ്മുടെ ചിന്താമണത്തിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? അവരോട് കൂടെ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ നശിച്ചു പോകുന്നോ, അല്ലെങ്കിൽ വിശ്വസിച്ച് ജീവൻ രക്ഷ പാലിക്കുന്നവരുടെ കൂട്ടത്തിലാണെന്ന് ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കൊടുത്ത വലിയ വിലയാണ്. ആ വിലയാണ് നമ്മുടെ മുമ്പില് കർത്തൃമേശയുടെ ഓർമ്മയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഭയമതിയോട് കർത്താവെ നിന്റെ കർമ്മ എനിക്ക് മതി. ഈ പ്രതികൂലത്തിന് മുമ്പില്
ആടി ഒളിഞ്ഞു പോകാതെ, പതിരായി പോകാതെ നിന്റെ കളപ്പുരയിൽ ശേഖരിക്കുന്ന ഗോവിന്ദ ഭൂമണിയാക്കി പ്രാർത്ഥനയോട് കൂടെ